പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും 30,000 രൂപ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നതുമായ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 40 വയസ്സുവരെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ തസ്തികയെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി തസ്തിക ഏതെന്നും അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സർക്കാരിന്റെ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ടു ഡയറക്ടർ തസ്തികയിലേക്കുള്ള കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂൺ 8 വൈകിട്ട് 5:30 വരെയാണ്. ഗൂഗിൾ ഫോം ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ടു ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിലുള്ള BTech ഓർ MBA ഓർ MCA അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പ് ഫ്രം ICSI. എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. മിനിമം 3 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ടു സീനിയർ മാനേജ്മെന്റ് ഒഫീഷ്യൽ ഓർ കമ്പനി സെക്രട്ടറി. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സ് വരെയാണ്. 2026 മെയ് 31 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 30,000 രൂപയാണ്. ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. എങ്കിലും ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കി കരാർ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂൺ 8 വൈകിട്ട് 5:30 വരെയാണ്. ഈ തസ്തികയുടെ വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേരള PSC, SSC തുടങ്ങിയവയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ജൂൺ 8 വൈകിട്ട് 5:30 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.